ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർഗനെക്സ്. ഇറ്റ്സ് മീ വടകൻ. മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാളത്തെ ഓണം എക്സാമിനേഷന്, അതായത് ഫസ്റ്റ് ടേം എക്സാമിനേഷന് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു പോവേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ 11 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു 11 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് മാത്രമേ നിങ്ങൾ നാളത്തെ എക്സാം ഹാളിലേക്ക് കടക്കാൻ പാടുള്ളൂ. അല്ലാതെ നിങ്ങൾ ബ്ലാങ്ക് ആയിട്ട് ഒരു കാരണവശാലും എക്സാം ഹാളിലേക്ക് കടക്കാൻ പാടില്ല. സോ നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നാളത്തെ മാത്സ് എക്സാമിന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെയധികം ഉപയോഗമാവും. യെസ്, വി ആർ മൂവിങ് ടു ദ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോവാണ്. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ ഒരു സീക്വൻസ് നിങ്ങളോട് നിർമ്മിക്കാൻ പറയും. ഈ സീക്വൻസിന് ഇങ്ങനെയാണ് പറയുന്നത്: വിച്ച് ലീവ്സ് റിമൈൻഡർ 4 ഓൺ ഡിവിഷൻ ബൈ 6. ചില സമയങ്ങളിൽ റിമൈൻഡർ ഒരു റിമൈൻഡർ തരും. ഓക്കെ, ചില സമയങ്ങളിൽ 2 റിമൈൻഡർ തരും. ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ഒരു റിമൈൻഡർ ആണ്. ഇവിടുത്തെ റിമൈൻഡർ 4 ആണ്. ഓക്കെ അല്ലേ? എത്രയാണോ റിമൈൻഡർ തന്നിരിക്കുന്നത് അല്ലെങ്കിൽ മിച്ചം തന്നിരിക്കുന്നത്, ആ നമ്പർ നിങ്ങൾ ഫസ്റ്റ് ചെയ്ത് എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞത് ആ നമ്പർ നിങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ 6 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞത്. സോ 4നോട് 6 ആഡ് ചെയ്താൽ 10 ആണ്, 10നോട് 6 ആഡ് ചെയ്താൽ 16 ആണ്, എക്സെട്ര 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 എന്ന് പറയുന്ന സീക്വൻസ് ആണ്. കുഴപ്പമില്ലല്ലോ. ഇനി അടുത്ത ചോദ്യം: ഈസ് ദിസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്? വൈ? ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നാ ചോദിച്ചത്. അരിത്തമെറ്റിക് സീക്വൻസ് ആണ് അല്ലേ? കാരണം എന്താ? ഇതിന്റെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 4 ആണ്, കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 6 ആണ്. സോ ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. കുഴപ്പമില്ലല്ലോ. ചില സമയങ്ങളിൽ ക്വസ്റ്റ്യനിൽ പറയും 2 റിമൈൻഡേഴ്സിനെ കുറിച്ച് പറയും. ഫോർ ആൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിമൈൻഡർ 1 or 3 വരണം. എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്നറിയാം മക്കളെ? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിവൈഡഡ് ബൈ 4 4 കൊണ്ട് ഹരിക്കുമ്പോൾ 1 അല്ലെങ്കിൽ 3 മിച്ചം വരുന്ന എന്നുള്ള നിലക്ക് ചോദ്യം വരും. അങ്ങനെ 2 റിമൈൻഡേഴ്സ് വന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. വളരെ ഈസിയാണ്. നിങ്ങൾ തന്നിരിക്കുന്ന 2 റിമൈൻഡറും ഫസ്റ്റ് ചെയ്ത് 1ഉം 3ഉം ഫസ്റ്റ് ചെയ്ത്, പിന്നെ നിങ്ങളോട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞ 4 ഇല്ലേ, ആ 4 നിങ്ങൾ ആദ്യം 1നോട് ആഡ് ചെയ്യുക. 1നോട് 4 ആഡ് ചെയ്താൽ എത്രയാ? 5 ആണ്. പിന്നെ നിങ്ങൾ 3നോട് 4 ആഡ് ചെയ്യുക. 3നോട് 4 ആഡ് ചെയ്താൽ എത്ര? 7 ആണ്, എക്സെട്ര എക്സെട്ര എക്സെട്ര. എന്നിട്ട് ചെക്ക് ചെയ്യുക, ഇതിന് ഫസ്റ്റ് ടേം ഉണ്ടോ നോക്കുക, കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടോ നോക്കുക, എല്ലാ നമ്പറിന്റെ ഇടയിലുള്ള വ്യത്യാസം കോമൺ ആണോ നോക്കുക. എപ്പോഴും കോമൺ ആയിക്കൊള്ളണമെന്നില്ല കേട്ടോ. സോ ഈ കേസിൽ നോക്കുമ്പോൾ ഫസ്റ്റ് ടേം 1 ആണ്, കോമൺ ഡിഫറൻസ് 2 ആണ്. സോ ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇതും അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ അല്ലേ? സോ ഇതുപോലത്തെ ചോദ്യം നിങ്ങൾ നാളത്തെ എക്സാം പേപ്പറിൽ എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. 14,23,32 ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഏതെങ്കിലും 2 ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണോ 108 എന്നാ ചോദിച്ചത്. അതാണോ? ശ്രദ്ധിക്കണേ, ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 108 ആകുമോ എന്നാ ചോദിച്ചത്. അതായത് ഒരു സീക്വൻസ് തന്നിട്ട്, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ട് ആ ശ്രേണിയിൽ ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്ര നമ്പർ ആവോ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് നാളെ ഓണ പരീക്ഷയ്ക്ക് എന്തായാലും കാണാം. സോ ബേസിക്കലി സാറ് പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. വളരെ ഈസിയാണ് മക്കളെ. ഇതാ അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട് 14,23,32, എക്സെട്ര 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 എക്സെട്ര. ഇവിടെ 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുത്തെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. കോമൺ ഡിഫറൻസ് എത്രയാണ് എടുത്തത്? 9 ആണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വ്യത്യാസമാകുമോ എന്ന് ചോദിച്ചാൽ നമ്പർ എടുക്കുക. 108 ആണ് വ്യത്യാസമാകുമോ എന്ന് ചോദിച്ചത്. അതിനെ നമ്മുടെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 9 ഡിവൈഡ് ചെയ്ത് നോക്കുക. അതായത് 9ന്റെ മൾട്ടിപ്പിൾ ആണ്, കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ വ്യത്യാസമാകുമെന്നാണ്. സോ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ 10ൽ 9 ഒരു പ്രാവശ്യം 9, ബാക്കി 1. 8നെ താഴെ ഇറക്കി ചെയ്യുമ്പോൾ 18ൽ 9 2 പ്രാവശ്യം 18, ബാക്കി ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ 0 കിട്ടി. അതിനർത്ഥം എന്താ? യെസ്, ഇറ്റ് ഈസ് ദ ഡിഫറൻസ്. അതെന്താണ്? വ്യത്യാസമാകും എന്നാണ് അതിനർത്ഥം. ഓക്കെ, സോ മൂവിങ് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇത് ഒരൊറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് ഇങ്ങനെ തന്നെ വരും. നല്ല കേട്ടോ നമ്മൾ പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ള. ഡിഫറൻസ്, 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കോൺസെപ്റ്റ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഇനി നമുക്കിവിടെ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 14 ആണെന്ന് തന്നിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് 9 ആണെന്ന് തന്നിട്ടുണ്ട്. നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ് 15ാമത്തെ ടേമാ, 15th ടേം കണ്ടുപിടിക്കണം. എന്ത് ചെയ്യും എൻ്റെ മക്കളെ? എൻ്റെ മക്കൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയേ. എടാ 15ാമത്തെ ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ ഫസ്റ്റ് ടേം ഉണ്ടെങ്കിൽ x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമാ. x1നോട് എത്ര d കൂട്ടിയാലാ 15ാമത്തെ ടേമിൽ എത്തുക? യെസ്, ഇറ്റ് ഈസ് സിമ്പിൾ. 14d കൂട്ടണം. എത്ര d കൂട്ടണടാ? 14d കൂട്ടണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ നോക്കിയേ, x15 ഈസ് ഈക്വൽ ടു x1 ആരാ? 14 പ്ലസ് 14 ഇൻറ്റു d ആരാ? 9. കുഴപ്പമുണ്ടോ? ദാറ്റ് ഈസ് ഈക്വൽ ടു 14 പ്ലസ് 14 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ എത്രയാടാ?
140 14 കുറച്ച് കഴിഞ്ഞാൽ 126 അല്ലേ? 126 പ്ലസ് 14 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 140 എന്ന ആൻസർ കിട്ടും. സോ ഇവിടുത്തെ 15ാമത്തെ പദം കണ്ടുപിടിക്കാൻ, ഇത് 15ാമത്തെ പദം കണ്ടുപിടിക്കാൻ അല്ല പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പദം തന്നിട്ട്, ഇപ്പൊ 5ാമത്തെ പദം തന്നിട്ട് നിങ്ങളോട് 1ാമത്തെ പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 4D കുറയ്ക്കണം. കുഴപ്പമില്ലല്ലോ. ഇനി 5ാമത്തെ പദം തന്നിട്ട് നിങ്ങൾക്ക് 10ാമത്തെ പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 5നോട് 5D കൂട്ടണം, അപ്പൊ 10ലെത്തി. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ പൊസിഷൻ ചേഞ്ച് എന്ന് പറയുന്ന കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടി സാർ ചെയ്ത് കാണിച്ചു തരാം. യെസ്, നെക്സ്റ്റ് കോൺസെപ്റ്റിലേക്ക് വരുന്നു. ഈ പറയുന്ന സീക്വൻസിൽ 230യുടെ പൊസിഷൻ എന്ത് എന്നാണ് ചോദിച്ചത്. അതായത് എക്സൻ എന്ന് പറയുന്നത് 230 ആണ് കേട്ടോ. നമുക്ക് അറിയാത്തൊരു സാധനമാണ് എക്സൻ, അതായത് അതിന്റെ പൊസിഷൻ എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഫസ്റ്റത്തെ ടേം നമുക്ക് 14 ആണെന്ന് അറിയാം, ഡൗട്ട് ഒന്നുമില്ല. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 9 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ പൊസിഷൻ കണ്ടുപിടിക്കുക? n ഈസ് ഈക്വൽ ടു xn മൈനസ് f ബൈ d പ്ലസ് 1. എക്സൻ ആരാടാ? എക്സൻ എന്ന് പറയുന്നത് എന്താണ്? 230 മൈനസ് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ആരാടാ? 14 ബൈ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 9 ആണ്, പ്ലസ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 230 നിന്നും 14 കുറച്ചാൽ 216 ബൈ 9 പ്ലസ് 1 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? 216 എത്ര 9 ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 24 എന്ന് കിട്ടും. സോ 24 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 25 ആണ്. എന്താ ഇതിനർത്ഥം? 25ാമത്തെ പദമാണ് 230 എന്നുള്ളത്. സോ ഈ രീതിയിൽ പൊസിഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് നാളെ പരീക്ഷയ്ക്ക് എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ്. യെസ്, വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സമ്മ്, മിഡിൽ ടേം, പെയർ തമ്മിലുള്ള ഒരു 3 കോൺസെപ്റ്റ് അല്ലേ? അത് റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് സം ഓഫ് ഫസ്റ്റ് 7 ടേംസ്, ആദ്യത്തെ 7 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 133 അല്ലേ? 133. സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് ഈസ് 133. ആദ്യത്തെ 7 പദങ്ങളുടെ തുക 133 ആണ്. ആദ്യത്തെ 14 പദങ്ങളുടെ തുക 511. ഫസ്റ്റ് 14 ടേംസ് എന്താണ്? 511 ആണ് കേട്ടോ. സോ ആദ്യത്തെ 14 പദങ്ങളുടെ തുക 511 ആണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്, ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് 4th ടേം ആണ്. എടാ 4th ടേം എന്ന് പറഞ്ഞാൽ 7ന്റെ മിഡിൽ ടേം ആയിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഇവിടെ നോക്കിയാൽ മതി, ഇത് ഓഡാണോ ഈവൻ ആണോ നോക്കുക. ഓഡ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ മക്കളെ? മിഡിൽ ടേം ഈസ് ഈക്വൽ ടു സം ബൈ നമ്പർ ഓഫ് ടേംസ് ചെയ്യുക. മിഡിൽ ടേം ഈസ് ഈക്വൽ ടു സം ബൈ നമ്പർ ഓഫ് ടേംസ്. ദാറ്റ് ഈസ് x4 ഈസ് ഈക്വൽ ടു സം ആരാണ് ഇവിടുത്തെ? 133 ആണ്, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് 7 ആണ്. സോ x4 4ാമത്തെ പദം ഈസ് ഈക്വൽ ടു 19 എന്ന ആൻസർ കിട്ടും. സെറ്റല്ലേ? സെറ്റല്ലേ? ഇനി നിങ്ങൾ ഇവിടെ നമ്പർ ഓഫ് ടേംസ് ഈവൻ വന്നത് കണ്ടോ? 14 വന്നത്. നേരത്തെ 7 വന്നതുകൊണ്ടാണ് മിഡിൽ ടേം ചെയ്തത്. 14 എന്ന് വന്നാൽ, അതായത് ഈവൻ എന്ന് വന്നാൽ, ഈവൻ ആണെങ്കിൽ നിങ്ങൾ അതിനെ പെയറാക്കണം. എത്ര പെയറാക്കാൻ പറ്റും എൻ്റെ മക്കൾ പറഞ്ഞേ? 14 ആൾക്കാരുണ്ട്, എത്ര പേരുണ്ടാവും? 7 പേഴ്സ് ഉണ്ടാവും. 7 പെയർ എന്ന് പറഞ്ഞാൽ 511 ആണ് കേട്ടോ. 7 പെയർ എന്ന് പറഞ്ഞാൽ 511 ആണ്. അപ്പൊ നമുക്ക് ഇതിനെന്താക്കാം? പെയർ എന്ന് പറഞ്ഞാൽ ജോഡി കേട്ടോ, മലയാളം മീഡിയത്തിൽ പറയുകയാണെങ്കിൽ. സോ 7 പെയർ എന്ന് പറയുന്നത് 511 ആണെങ്കിൽ 1 പെയർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും എൻ്റെ മക്കളെ? 1 പെയർ ഈസ് ഈക്വൽ ടു 511 ഡിവൈഡഡ് ബൈ 7 ആണ്. ദാറ്റ് ഈസ് 1 പെയർ ഈസ് ഈക്വൽ ടു എന്താണ്? 511. 51 A എന്ന് പറയുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് 7 ടൈംസ്, പിന്നെ ബാക്കി 21 3. സോ 73 എന്ന് കിട്ടും. ഒരു പെയർ എന്ന് പറഞ്ഞാൽ 73 ആണെന്ന് കിട്ടി. ഇനി നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കുക, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്? 11th ടേമാ. ഈ 11ന്റെ കൂടെ ആരാ പെയർ ആവാൻ നോക്കണം. നമ്മൾ മൊത്തം 14 ആൾക്കാർ അവിടെ ഉള്ളത്. എത്ര ആൾക്കാർ അവിടെ ഉള്ളത്? 14 ആൾക്കാർ അവിടെ ഉള്ളത്. അപ്പൊ 1ഉം 14ഉം പേരാവും. അതുപോലെ തന്നെ 2ഉം 13ഉം പേരാവും. 3ഉം 12ഉം പേരാവും. 4ഉം 11ഉം പേരാവും. നമ്മൾ അങ്ങനെ പേരാക്കുക അല്ലേ? അറ്റത്തുള്ള 2 ആൾക്കാർ വെച്ച് 14 ആൾക്കാരുടെ ആരൊക്കെ പേരാവുക? 1ഉം 14ഉം പേരാവും, 2ഉം 13ഉം പേരാവും. അങ്ങനെ പേരാക്കി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്താ നമുക്ക് മനസ്സിലാവുന്നത്? വളരെ സിമ്പിൾ ആണ്. 4ാമത്തെ പദവും അതുപോലെ തന്നെ 11ാമത്തെ പദവും പേരാണ്. ഒരു പെയർ എന്ന് പറഞ്ഞാൽ 73 അല്ലേ? സോ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് 73 എന്ന് കിട്ടും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ 4ാമത്തെ പദം എവിടെയുണ്ട്? ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ 19 പ്ലസ് x11 ഈസ് ഈക്വൽ ടു 73 എന്ന് കിട്ടും. ദാറ്റ് ഈസ് x11 ഈസ് ഈക്വൽ ടു 73 മൈനസ് ഈ പ്ലസ് 19 അപ്പുറത്തേക്ക് ഉണ്ടായാൽ എന്താവും? മൈനസ് 19 ആവും. ദാറ്റ് ഈസ് 11th ടേം ഈസ് ഈക്വൽ ടു 73 മൈനസ് 19, ദാറ്റ് ഈസ് 54 എന്ന് നമുക്ക് ആൻസർ കിട്ടും.
ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമ്മളോട് ഈ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി സീക്വൻസ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കട്ടോ, നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ ഇതിലുള്ള മെഷർമെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, വേറെ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. സോ ബേസിക്കലി ഈ ഒരു ചോദ്യത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ പറഞ്ഞത് 4th ടേം എന്ന് പറയുന്നത് 19 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, 11th ടേം എന്ന് പറയുന്നത് എത്രയാണ്? 54 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക? ഡി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പൊസിഷൻ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ചെയ്താൽ പോരെ? 54 മൈനസ് 19 ഡിവൈഡഡ് ബൈ 11 മൈനസ് 4, ദാറ്റ് ഈസ് 54 19 കുറച്ചാൽ 35/7, ദാറ്റ് ഈസ് ഈക്വൽ ടു 5. പൊതു വ്യത്യാസം 5 ആണെന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ആദ്യ പദം കണ്ടുപിടിക്കണം. ആദ്യ പദം കണ്ടുപിടിക്കാൻ എൻ്റെ കയ്യിൽ 4ാമത്തെ പദം ഉണ്ട്. 4ാമത്തെ പദം 3D കുറച്ചാൽ പോരെ? 4ാമത്തെ പദം 19 ആണ്. 19ൽ നിന്നും എത്ര ഡി കുറയ്ക്കുന്നു? 3 × 5 കുറയ്ക്കുന്നു. ദാറ്റ് ഈസ് 19 മൈനസ് 15, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 എന്ന ആൻസർ കിട്ടും. എത്ര എന്ന ആൻസർ കിട്ടും? 4 എന്ന ആൻസർ കിട്ടും. സോ ഫസ്റ്റ് ടേം നമുക്ക് 4 ആണെന്ന് കിട്ടി. ഇനി ആദ്യത്തെ 3 ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 4നോട് പൊതുവ്യത്യാസമായിട്ടുള്ള 5 കൂട്ടിയാൽ പോരെ? 4നോട് 5 കൂട്ടിയാൽ 9, 9നോട് 5 കൂട്ടിയാൽ 14, എക്സെട്ര 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 ആണെന്ന് കിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ? യെസ്, വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ശ്രേണിയിൽ 5ാമത്തെ പദം, ശ്രദ്ധിക്കണേ, 5ാമത്തെ പദം നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ മതി. ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നാളെ പരീക്ഷയ്ക്ക് എന്തായാലും വരാൻ പോകുന്നൊരു ചോദ്യമാണ്. 5th ടേം എന്ന് പറഞ്ഞാൽ 42 ആണെന്നും 8th ടേം എന്ന് പറഞ്ഞാൽ 62 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? നിങ്ങളോട് 2ാമത്തെ ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞു, സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞു, സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞു, അതുപോലെ തന്നെ 14ാമത്തെ ടേമും കണ്ടുപിടിക്കാൻ പറഞ്ഞു. എൻ്റെ മക്കൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. 5ാമത്തെ ടേമിൽ നിന്നും 8ാമത്തെ ടേമിലേക്ക് പോവാന്ന് പറയുമ്പോൾ നമ്മൾ 3D കൂട്ടുകയല്ലേ ചെയ്തത്? 5ന്നും 8ലേക്ക് പോയപ്പോൾ 3D കൂട്ടിയതല്ലേ? അതിപ്പോൾ 3D കൂട്ടിയ സമയത്ത് ഇവിടെ എത്ര കൂടിയെന്ന് നോക്കി? 20 കൂടി. എത്ര കൂടി? 20 കൂടി. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ നോക്കി, 5ൽ നിന്നും ഞാൻ സെക്കൻഡ് ടേമിലേക്ക് വരുമ്പോൾ 3D കുറയ്ക്കല്ലേ ചെയ്തത്? 3D കൂടിയപ്പോൾ 20 കൂടിയതാണെങ്കിൽ 3D കുറയ്ക്കുമ്പോൾ എത്ര കുറയണം? 20 കുറയണം. അപ്പം എൻ്റെ മക്കൾ നോക്കിയേ, ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? ഈ 42നും 20 കുറച്ചാൽ, 42ന് 20 കുറച്ചാൽ എത്രയാണ്? 22 അല്ലേ? സോ സെക്കൻഡ് ടേം 22 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് 14ാമത്തെ ടേമിലേക്ക് പോകണമെങ്കിൽ എൻ്റെ മക്കൾ നോക്കിയേ, ഈ പറയുന്ന 8ൽ നിന്നും 14ാമത്തെ ടേമിലേക്ക് പോകണമെങ്കിൽ നമ്മൾ 6D, 8നോട് 9, 10, 11, 12, 13, 14, 6D അല്ലേ കൂട്ടിയത്? 6D. 3D എന്ന് പറഞ്ഞാൽ 3D എന്ന് പറഞ്ഞാൽ എന്താണ്? 20 ആണെങ്കിൽ 6D എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും? 20 20 40 ഉണ്ടാവും അല്ലേ? സോ 40 കൂട്ടിയാൽ മതി. അപ്പൊ 62നോട് നമ്മൾ 40 കൂട്ടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 102 കിട്ടും. സോ ദ 14th ടേം ഈസ് 102 എന്ന ആൻസർ കിട്ടി. ഓക്കെ അല്ലേ? ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 18 ടേമിന്റെ സമ്മ ചോദിച്ചത്. എടാ 18 ടേമിന്റെ സമ്മ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ 18 എന്ന് പറഞ്ഞാൽ ഒരു ഈവൻ നമ്പർ അല്ലേ? നമ്മൾ നേരത്തെ ഈ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ 14 ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് നമ്മൾ പെയർ ആക്കി അല്ലേ? അതുപോലെ 18 ആൾക്കാരുണ്ടെങ്കിൽ എത്ര പേരുണ്ടാവും? 9 പേരുണ്ടാവും. എത്ര പേരുണ്ടാവും? 9 പേരുണ്ടാവും. ആരൊക്കെയാ പേരാവുക? 1ഉം 18ഉം പേരാവും. ഇതവിടെ ഞാൻ തരാം 1ഉം 18ഉം പേരാവും. അടുത്ത് 2ഉം 17ഉം പേരാവും. അടുത്ത് 3ഉം 16ഉം പേരാവും. അടുത്ത് 4ഉം 15ഉം പേരാവും. അടുത്ത് 5ഉം 14ഉം പേരാവും. 5ഉം 14ഉം പേരാവും. ഇവിടെ നോക്കി 5ാമത്തെ പദം ഉണ്ട് അല്ലേ? 5ാമത്തെ പദവും നമ്മളതിലുണ്ട്, 14ാമത്തെ പദവും നമ്മളതിലുണ്ട്. അത് രണ്ടും കൂട്ടിയേ. 5ാമത്തെ പദം 42 പ്ലസ് 14ാമത്തെ പദം എത്ര? 102. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് 144 എന്ന് കിട്ടൂലേ? സെറ്റ് അല്ലേ? അപ്പൊ 144 ശരിക്കും എന്തെന്ന് പറഞ്ഞാൽ ഒരു പെയർ എന്ന് പറഞ്ഞാൽ, ഒരു പെയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 144. അതിന് നമ്മൾ എന്താക്കിയാൽ മതി? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ദാറ്റ് ഈസ് 9 ഇൻറ്റു ഒരു പെയറിന്റെ അളവ് എന്ന് പറഞ്ഞാൽ 144. സോ 9 പെയർ എന്ന് പറയുമ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 1296 എന്ന് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? കുറച്ച് അഡ്വാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇത് പഠിച്ചേ പറ്റുള്ളൂ. ഇത് എക്സാമിന് എന്തായാലും വരും. ഓക്കെ, അപ്പൊ ഡൗട്ട്സ് ഉള്ള കുട്ടികളുണ്ടെങ്കിൽ പേഴ്സ് ചെയ്തിട്ട് ഇത് പിറകോട്ട് പോയിട്ട് അതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് 1 2 പ്രാവശ്യം കണ്ടോ ഇത് പഠിച്ചിട്ട് എക്സാം ഹാളിലേക്ക് കടക്കാൻ പാടുള്ളൂ. യെസ്, വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ അൽജിബ്രിക് ഫോം തന്നിട്ടുണ്ട് 5n+2. ഇവിടെ നിന്നും ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനാണ് ഇവിടെ ചോദിച്ചത്. എന്നാൽ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനും കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനും ഏതെങ്കിലും ഒരു ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നിങ്ങൾക്ക് കിട്ടണം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഈസിയാണ്. ഇവിടെ എന്നിന്റെ കൂടെയുള്ള നമ്പറാണ് കോമൺ ഡിഫറൻസ്. എന്നിന്റെ കൂടെ ആരാണോ ഉള്ളത് അതാണ് കോമൺ ഡിഫറൻസ്. ഇനി ഇവിടുത്തെ ഫസ്റ്റ് ടേം ആരാ? ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നിന്റെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് പിടിച്ചാൽ മതി. ദാറ്റ് ഈസ് 5+2. 5+2 എത്രയാണ്? 7 ആണ്. സോ ഫസ്റ്റ് ടേമും കിട്ടി, കോമൺ ഡിഫറൻസും കിട്ടി.
ഇനിയിപ്പോൾ 10th ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞു. 10th ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞു. എൻ്റെ മക്കൾ എന്താ ചെയ്യുക? ഈ ഇക്വേഷനിൽ എന്നിന് പകരം 10 കൊടുത്താൽ മതി. ഇതാ നമ്മുടെ ഇക്വേഷൻ 5 × n എന്നുള്ളതിന് പകരം 5 × 10 കൊടുത്തു. സോ എന്ത് സംഭവിക്കും? 50 + 2 ദാറ്റ് ഈസ് 52. 10th ടേം കിട്ടി. ഈ ഒരു 3 ക്വസ്റ്റ്യനും ഈ ഒരു ഭാഗത്ത് നിന്നും വരാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 7 ആണ്. യെസ്, വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 4, 2 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 4 എന്ന് പറയുന്നത് ഒന്നിനെ എക്സ് ആക്കി എടുക്കുക, അടുത്തത് x+4 ആയിട്ട് എടുക്കുക. കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് അല്ലെങ്കിൽ ഓഡ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓഡ് നമ്പർ ഈവൻ നമ്പർ എന്നൊക്കെ പറഞ്ഞാൽ എക്സും x+2 എടുക്കുക. ഓഡ് ചോദിച്ചാലും ഈവൻ എടുത്താലും മൾട്ടിപ്പിൾ ഓഫ് 2 ചോദിച്ചാലും നിങ്ങൾ എക്സും x+2 എടുക്കുക. മൾട്ടിപ്പിൾ ഓഫ് 4 ആണ് ചോദിക്കുന്നതെങ്കിൽ എക്സും x+4 എടുക്കുക. മൾട്ടിപ്പിൾ ഓഫ് 6 ആണ് ചോദിക്കുന്നതെങ്കിൽ എക്സും x+6 എടുക്കുക. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എക്സും x+4 ആണ്. കാരണം എന്താ? മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. ഇതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ, അതായത് x × x+4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്ന പറഞ്ഞത്? 672 കിട്ടുന്ന പറഞ്ഞത്. 672 കിട്ടുന്ന പറഞ്ഞത്. എന്നൊന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. x × x എന്ന് പറഞ്ഞാൽ x² ആണ്, പ്ലസ് x × 4 എന്ന് പറഞ്ഞാൽ 4x ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 672. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അല്ലെങ്കിൽ വർഗ്ഗത്തികവ് ചെയ്യണം. ദാറ്റ് ഈസ് x² + 4x പ്ലസ് ആരെ ആഡ് ചെയ്യണം? ഈ എക്സിന്റെ മുമ്പിലുള്ള നമ്പർ ഏതാ നോക്കുക. അവിടെ 4 ആണുള്ളെങ്കിൽ അതിന്റെ പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്യാം. ഇനി അവിടെ 6 ആണുള്ളതെങ്കിൽ 6ന്റെ പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ എക്സിന്റെ മുന്നിലുള്ള 4 ആണ്. 4ന്റെ പകുതിയുടെ സ്ക്വയർ രണ്ട് സൈഡിലും ആഡ് ചെയ്യാം. 672 + 2². കുഴപ്പമില്ലല്ലോ. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. ദാറ്റ് ഈസ് ഇവിടെ എക്സിനെയും 2നെയും ഞാൻ ബ്രാക്കറ്റിലേക്ക് ആക്കും. അതായത് സ്ക്വയർ ഉള്ള 2 നമ്പറിനെ ഞാൻ എന്താക്കുന്നു? ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ആക്കുന്നു. അതങ്ങനെയൊന്നും അല്ല, a+b² എന്ന് പറയുന്ന ഫോർമാറ്റ് ഒക്കെ ആണ്. ബട്ട് ഈ ഒരു നമ്പറിനെ നിങ്ങൾ എടുത്തിട്ട് എന്താക്കിയാൽ മതി? ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാക്കി ഒരുമിച്ച് സ്ക്വയർ ഇട്ടുക. 4x നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. 4xന്റെ മുമ്പിലുള്ള സിമ്പിൾ പ്ലസ് ആണെങ്കിൽ പ്ലസ്, മൈനസ് ആണെങ്കിൽ മൈനസ്. അത് കൃത്യമായിട്ട് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് പഠിച്ച കുട്ടികൾക്ക് അറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 672 + 2ന്റെ സ്ക്വയർ 4 ആണ്. ദാറ്റ് ഈസ് x+2² ഈസ് ഈക്വൽ ടു 676. ഇനി ആ സ്ക്വയറിനെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കണം? ദാറ്റ് ഈസ് x+2 ഈസ് ഈക്വൽ ടു √676. ദാറ്റ് ഈസ് x+2 ഈസ് ഈക്വൽ ടു 26 എന്ന് കിട്ടും. ആ +2 അങ്ങോട്ട് പോയാൽ എന്ത് സംഭവിക്കടാ? x ഈസ് ഈക്വൽ ടു 26 - 2. ദാറ്റ് ഈസ് x ഈസ് ഈക്വൽ ടു 24 എന്ന് ആൻസർ കിട്ടും. അപ്പൊ x 24 ആണെങ്കിൽ x+4 എന്തായിരിക്കടാ? x+4 എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് 24 + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 28 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഈ ഒരു മോഡൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നിന്നും ഒരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമ്മിന്റെ അൽജിബ്രിക് ഫോം തന്നിട്ടുണ്ട്. നേരത്തെ സാധാ അൽജിബ്രിക് ഫോം ആയിരുന്നു തന്നത്. ഇപ്പോൾ ഇവിടെ സമ്മിന്റെ n ടേംസിന്റെ സമ്മ് തന്നിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഒക്കെ കണ്ടുപിടിക്കണം അല്ലേ? ഇവിടുത്തെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ ഈസിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ n²നെയും n-നെയും പൊത്തിപ്പിടിച്ചാൽ മതി. ദാറ്റ് ഈസ് ഇവിടെ ഇപ്പോൾ 3 + 2 ആണ്. അതുകൊണ്ട് 3 + 2 എന്ന് പറഞ്ഞാൽ 5 ആണ്. ആൻസർ കിട്ടി. ഇനി മക്കളെ ഇവിടെ ഞാൻ ചോദിക്കാത്തൊരു ചോദ്യം കൂടി പറയാണ്. കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് കൂടി കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് നിങ്ങൾ n² മുമ്പിലുള്ള നമ്പറിന്റെ ഡബിൾ എടുത്താൽ മതി. n² മുമ്പിൽ 3 ആണ്. 3ന്റെ ഡബിൾ എത്രയാണ്? 6 ആണ്. സോ കോമൺ ഡിഫറൻസ് 6 ആണ്. ഇനി സം ഓഫ് ഫസ്റ്റ് 2 ടേംസ്, ഇവിടുത്തെ n-ന് പകരം 2 കൊടുത്താൽ മതി. ദാറ്റ് ഈസ് 3 × 2² + 2 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 4 + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 12 + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 16. സോ 2 ടേമിന്റെ സം എന്ന് പറഞ്ഞാൽ എന്താ? 16 ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഫൈൻഡ് ദ nth ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സീക്വൻസ് എന്നാ പറഞ്ഞത്. nth ടേം കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അൽജിബ്രിക് ഫോം കണ്ടുപിടിക്കാനാ. ഫസ്റ്റ് ടേം നമുക്കറിയാം. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 5 ആണ്. കോമൺ ഡിഫറൻസ് 6 ആണെന്നും കണ്ടുപിടിച്ചിട്ടുണ്ട്. അൽജിബ്രിക് ഫോം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ xn ഈസ് ഈക്വൽ ടു dn + f - d ആണെടാ. ദാറ്റ് ഈസ് xn ഈസ് ഈക്വൽ ടു dn എന്ന് പറഞ്ഞാൽ 6n + 5 - 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 6n + 5 ന്നും 6 കുറച്ചാൽ -1 ആണ്. ദാറ്റ് ഈസ് 6n - 1 എന്ന് നമുക്ക് അൽജിബ്രിക് ഫോം ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സോ എവിടെന്നെങ്കിലും ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കണ്ടുപിടിച്ച് അൽജിബ്രിക് ഫോം ഉണ്ടാക്കാനുള്ള ഒരു ചോദ്യം എന്തായാലും നിങ്ങളുടെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് നാളെ പ്രതീക്ഷിക്കാം. നെക്സ്റ്റ്, കാൽക്കുലേറ്റ് സം ഓഫ് ഫസ്റ്റ് 30 നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ 30 നാച്ചുറൽ നമ്പറിന്റെ സമ്മ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. എടാ, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഇത് ഈ ഒരു രൂപത്തിൽ പാരഗ്രാഫ് ആയിട്ട് വന്നില്ലെങ്കിൽ മിക്കവാറും നാളെ ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇങ്ങനെയാണ്: 1 + 2 + 3 + എക്സെട്ര പ്ലസ് എത്ര പറഞ്ഞത്? 30 നാച്ചുറൽ നമ്പറാണ്. സോ 30 വരെയുള്ള നമ്പർ കൂട്ടണം.
എടാ 30 നാച്ചുറൽ നമ്പറിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ എന്താടാ പഠിച്ചത്? 30 നാച്ചുറൽ നമ്പറിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താടാ പഠിച്ചത്? വളരെ സിമ്പിൾ ആണ്. എന്തായിരുന്നു? യെസ്, n × n+1/2. ഇതാണ് നമ്മുടെ നാച്ചുറൽ നമ്പറിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. പഠിക്കാത്തവരെന്നെ കാണാണ്ട് പഠിക്കണം. ദാറ്റ് ഈസ് Sn ഈസ് ഈക്വൽ ടു പറയും 30 × 30 + 1/2. ദാറ്റ് ഈസ് Sn ഈസ് ഈക്വൽ ടു പറയും 30/2 15 ആണ്. 15 × 31. എത്രയാടാ 15 × 31 എന്ന് പറയുന്നത്? യെസ്, അത് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് Sn ഈസ് ഈക്വൽ ടു 465 എന്ന് ആൻസർ കിട്ടും. സോ ഇതിന്റെ സം 465 ആണ് കിട്ടി. ഇനി ബി ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്ന സമയത്ത് കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 30 നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്ലൈഡ് ഓഫ് 4. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ് പറഞ്ഞത്? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ് പറഞ്ഞത്. എല്ലാ ടേമിനെയും, ഈ പറയുന്ന സീക്വൻസിൽ എല്ലാ ടേമിനെയും നിങ്ങൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, 1 × 4 എത്ര? 4 പ്ലസ് 2 × 4 എത്ര? 8 പ്ലസ് 3 × 4 എത്ര? 12 പ്ലസ് എക്സെട്ര പ്ലസ് 30 × 4 എത്ര? 120. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്ന് പറയാം മക്കളെ? ഈ സമ്മിനെയും × 4 ചെയ്താൽ മതി. സമ്മിനെ × 4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 1860 എന്ന് ആൻസർ കിട്ടും. സിമ്പിളായിട്ട് കിട്ടി, കുഴപ്പമില്ലല്ലോ. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? കാൽക്കുലേറ്റ് ദ സം ഓഫ് 30 ടേംസ് ഓഫ് മൾട്ടിപ്ലൈയിങ് ബൈ 4 ആൻഡ് ദം ആഡിങ് 1. ഒന്നും കൂടി കൂട്ടണം എന്നാണ് പറഞ്ഞത്. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും വേണം, പിന്നെ അതിനോട് 1 കൂട്ടണം എന്നാണ് പറഞ്ഞത്. 1 കൂട്ടിക്കാളാം, പ്രശ്നമാക്കണ്ട. ഞാൻ ഇവിടെ 1 കൂട്ടുന്നു, ഇവിടെ 1 കൂട്ടുന്നു, ഇവിടെയും 1 കൂട്ടുന്നു. അപ്പം എന്ത് സംഭവിക്കും? 4 + 1 5 പ്ലസ് 8 + 1 9 പ്ലസ് 12 + 1 13 പ്ലസ് എക്സെട്ര പ്ലസ് 120 + 1 എത്രടാ? 121. അങ്ങനെയാണെങ്കിൽ ഈ സമ്മിനോടും 1 കൂട്ടിയാൽ മതിയോ? പോരാ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? എത്രയാണോ കൂട്ടുന്ന നമ്പർ, ഇപ്പോൾ 1 ആണ് കൂട്ടുന്ന നമ്പർ എങ്കിൽ 1 എടുക്കുക. എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട് ഇവിടെ? നമ്പർ ഓഫ് ടേംസ് എത്ര ഉള്ളത്? 30 എണ്ണല്ലേ ഉള്ളത്. സോ അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 30 ദാറ്റ് ഈസ് 30. ആ 30 ഇതിനോട് ആഡ് ചെയ്യുക. 30 ഇതിനോട് ആഡ് ചെയ്യുമ്പോൾ 1890 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? കഴിഞ്ഞിട്ടില്ല ചോദ്യം. ചോദ്യത്തിൽ അവസാനം പറയുന്നുണ്ട് കാൽക്കുലേറ്റ് സം ഓഫ് n ടേംസ് ഓഫ് ദി സീക്വൻസ്. അതായത് ഈ സീക്വൻസ് 5, 9, 13, എക്സെട്ര എന്ന് പറയുന്ന ഈ സീക്വൻസിന്റെ n ടേംസിന്റെ സം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ d/2, ഡിയുടെ പകുതി എന്ന് പറഞ്ഞാൽ 2 ആണ്. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 5 ആണ്. നമുക്ക് സമ്മിന്റെ അൾജിബ്രിക് ഫോം ചെയ്താം. Sn ഈസ് ഈക്വൽ ടു d/2 n² പ്ലസ് f മൈനസ് d/2 × n. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് സംഭവിക്കും. d/2 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2n² പ്ലസ് f എന്ന് പറയുന്നത് 5 മൈനസ് d/2 എന്ന് പറഞ്ഞാൽ 2 × n. ദാറ്റ് ഈസ് 2n² പ്ലസ് 5 2 കുറച്ചാൽ 3n എന്ന് സമ്മിന്റെ അൾജിബ്രിക് ഫോം കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ അല്ലേ? യെസ്, വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് സമ്മിന്റെ അൾജിബ്രിക് ഫോം കണ്ടുപിടിക്കാനാണ് പറയുന്നത് അല്ലേ? 11 13 15 എക്സെട്ര എന്ന് പറയുന്ന സീക്വൻസ്. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 2 ആണ്. കോമൺ ഡിഫറൻസിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 1 ആണ്. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 11 ആണ്. അപ്പോൾ സമ്മിന്റെ അൾജിബ്രിക് ഫോം Sn ഈസ് ഈക്വൽ ടു d/2 n² പ്ലസ് f മൈനസ് d/2 × n. പറയടാ, ആരാ d/2? d/2 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? ദാറ്റ് ഈസ് Sn ഈസ് ഈക്വൽ ടു 1n² പ്ലസ് f എന്ന് പറഞ്ഞാൽ 11 മൈനസ് 1 × n എന്ന് പറയുമ്പോൾ n. ദാറ്റ് ഈസ് Sn ഈസ് ഈക്വൽ ടു 1n² എന്ന് പറയുമ്പോൾ n² തന്നെ. 1നെ കൊണ്ട് എന്തിനെ മൾട്ടിപ്ലൈ ചെയ്താലും അത് തന്നെ ആയിരിക്കും. സോ n² പ്ലസ് 11ൽ നിന്നും 1 കുറച്ചാൽ എത്ര കിട്ടും? 10n എന്ന് കിട്ടും. സോ സമ്മിന്റെ അൾജിബ്രിക് ഫോം കിട്ടി. ഇനി ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ നാളത്തെ പരീക്ഷയ്ക്ക് എന്തായാലും കാണാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മക്കളെ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. എത്ര എണ്ണം ആഡ് ചെയ്താൽ നമുക്ക് 600 കിട്ടും? അതിന് നിങ്ങൾ സം എന്ന് പറയുന്നത് 600 കിട്ടണം. സമ്മിന്റെ ഇക്വേഷൻ നമുക്കറിയാം n² പ്ലസ് 10n ദാറ്റ് ഈസ് ഈക്വൽ ടു 600 ആണ്. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ സ്ക്വയർ കംപ്ലീഷൻ ചെയ്തൂടെ? ദാറ്റ് ഈസ് n² പ്ലസ് 10n പ്ലസ് ഇവിടെ എന്നിന്റെ കൂടെയുള്ള ആളുടെ പകുതിയുടെ സ്ക്വയർ 2 സൈഡിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കും. 600 പ്ലസ് 5² ദാറ്റ് ഈസ് n പ്ലസ് 5 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു, നമ്മൾ നേരത്തെ ചെയ്ത പോലെ സ്ക്വയർ ഉള്ള രണ്ടാളെടുത്ത് ബ്രാക്കറ്റ് ഇട്ട് സ്ക്വയർ ഇടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 625. ദാറ്റ് ഈസ് n പ്ലസ് 5 ഈസ് ഈക്വൽ ടു റൂട്ട് 625. ദാറ്റ് ഈസ് n പ്ലസ് 5 ഈസ് ഈക്വൽ ടു 25 ആൻഡ് n ഈസ് ഈക്വൽ ടു ആ പ്ലസ് 5നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? 25 മൈനസ് 5 ദാറ്റ് ഈസ് n ഈസ് ഈക്വൽ ടു 20 എന്ന് കിട്ടും. സെറ്റ് അല്ലേ? വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രോബബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഒരു പെട്ടിയിൽ 10 കറുത്ത മുത്തുകളുണ്ട്. വളരെ സിമ്പിൾ ആണ് മക്കളെ, വളരെ സിമ്പിൾ ആണ്. ഇവിടെ ശ്രദ്ധിക്കുക. സാർ ഒരു പെട്ടി വരയ്ക്കുന്നു. ഒരു പെട്ടിയിൽ 10 കറുത്ത മുത്തും
15 വെളുത്ത മുത്തുമുണ്ട്. മറ്റൊരു പെട്ടിയിൽ 15 ബ്ലാക്കും 25 വൈറ്റുമുണ്ട്. ഓക്കെ അല്ലേ? ടോട്ടൽ പോസിബിലിറ്റീസ്, നമ്പർ ഓഫ് പോസിബിൾ പേയേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിളാണ്, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒന്നാമത്തേൽ എത്ര കുട്ടികൾ, എത്ര ടോട്ടൽ ഉണ്ടെന്ന് നോക്കുക. ചിലപ്പോൾ അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളായിരിക്കും, ചിലപ്പോൾ മുത്തുകളായിരിക്കും. സോ രണ്ടും കൂടി ആഡ് ചെയ്യുന്നു. അതുപോലെ രണ്ടാമത്തെ പെട്ടിയിലും എത്രയുണ്ടെന്ന് ടോട്ടൽ ആഡ് ചെയ്യുന്നു. 15 + 25 ദാറ്റ് ഈസ് 40. ഓക്കെ അല്ലേ? ഇതിന് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 25 × 40 ചെയ്താൽ നമുക്ക് 1000 എന്ന് കിട്ടും. ഇതായിരിക്കും ടോട്ടൽ പോസിബിലിറ്റീസ്. സോ നമുക്ക് 1000 ആണ് ടോട്ടൽ പോസിബിലിറ്റീസ്. നെക്സ്റ്റ് നമ്മൾ ജസ്റ്റ് ഒരു ലൈൻ ഇവിടെ വരച്ചു വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലൊരു ലൈൻ ഇങ്ങനെ വരച്ചു വെച്ച് കഴിഞ്ഞാൽ പരിപാടി സിമ്പിളായിട്ട് കഴിയും. നിങ്ങൾ നോക്കിയേ, ബോത്ത് ബീങ് ബോയ്സ് എന്നാ ചോദിച്ചത്. ബോത്ത് ബീങ് ബോയ്സ്, രണ്ടും ബോയ്സ് അല്ല, രണ്ടും ബ്ലാക്ക് ആവാനുള്ള ചാൻസ് എന്തെന്നാ ചോദിച്ചത്. ബ്ലാക്ക് രണ്ടും ബ്ലാക്ക് ആവാനുള്ള സാധ്യത എന്തെന്നാണ് ചോദിച്ചത്. എങ്ങനെയാണ് രണ്ടും ബ്ലാക്ക് ആവാനുള്ള സാധ്യത കണ്ടുപിടിക്കുക? വളരെ സിമ്പിളാണ്. അടിയിൽ എപ്പോഴും 1000 വരുള്ളൂ, കാരണം ടോട്ടൽ പെയർ എത്രയാണോ അതേ വരുള്ളൂ. ഇനി നിങ്ങൾ ഇവിടെ നോക്കുക, ഈ ലൈനിൽ ഏത് ലൈനാണ് രണ്ടും ബ്ലാക്ക് ആയി വരുന്നത്? ഈ ഒരു ലൈൻ അല്ലേ? സോ 10 × 15, അത് ഇതിന്റെ മുകളിൽ എഴുതിയാൽ മതി. 10 × 15 ദാറ്റ് ഈസ് ഈക്വൽ ടു 150/1000. സിമ്പിൾ പരിപാടി. അടുത്ത ചോദിച്ചിരുന്നത് അറ്റ്ലീസ്റ്റ് 1 വൈറ്റ്, ഒരു വൈറ്റ് എങ്കിലും ഉണ്ടാവാനുള്ള ചാൻസ്. വളരെ സിമ്പിളാണ്. അറ്റ്ലീസ്റ്റ് 1 വൈറ്റ്, അറ്റ്ലീസ്റ്റ് 1 വൈറ്റ്. നിങ്ങൾ ഇത്ര നോക്കിയാൽ മതി മക്കളെ. അടിയിൽ 1000 തന്നെ, മാറ്റമൊന്നുമില്ല. മുകളിൽ ഈ 4 വരകൾ, നമ്മൾ ഇവിടെ വരച്ചു വെച്ചിട്ടുള്ള ഈ 4 വരകളിൽ ഏത് വരയിലൊക്കെ ഒരു വൈറ്റ് എങ്കിലും ഉണ്ട് നോക്കുക. ഇതിൽ വൈറ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ആ ലൈൻ എടുക്കണ്ട. ഇതിൽ വൈറ്റ് ഉണ്ടോ? ഉണ്ട്. 10 × 25 എടുക്കണം. സോ ഞാൻ 10 × 25 എടുക്കുന്നു. പ്ലസ് അടുത്ത ലൈൻ നോക്കിയേ, ഈ ലൈനിൽ ഉണ്ടോ? ഉണ്ട്. 15 × 15. സോ ഞാൻ 15 × 15 എടുക്കുന്നു. പ്ലസ് അടുത്ത ലൈൻ നോക്കിയേ, ഈ ലൈൻ നോക്കി 10 × 25 നോക്കി, ഇത് നോക്കി, ഇനി ഇത് നോക്കണം. 15 × 25, അതിൽ 2 വൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എടുക്കാം 15 × 25. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരടാ? 10 × 25 250 പ്ലസ് 15 × 15 എത്രയാടാ? 225 പ്ലസ് 15 × 25 എത്രയാടാ? ദാറ്റ് ഈസ് 10 250 375 അല്ലേ? യെസ്, 25 × 15 ദാറ്റ് ഈസ് ഈക്വൽ ടു 375. സോ ദാറ്റ് ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? 1000 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 600 850/1000 എന്ന ആൻസർ കിട്ടും. സിമ്പിൾ അല്ലേ? ഇതുപോലെ നിങ്ങൾക്ക് 1 ബീങ് ബ്ലാക്ക് ആൻഡ് 1 ബീങ് വൈറ്റ് വരുന്ന രൂപത്തിലും ഇതേ മോഡലിൽ തന്നെ ചെയ്യാം. ഓക്കെ, യെസ്. സമയക്കുറവുള്ളതുകൊണ്ട് വീഡിയോ ഭയങ്കരമായിട്ട് ലോങ് ആയി പോകുന്നതുകൊണ്ട് സാർ പെട്ടെന്ന് നിർത്തുകയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക്. ഡ്രോ എ ട്രയാങ്കിൾ. എന്തായാലും നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ 26 ആയിട്ട് പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 26 or 27. ഈ 2 ചോദ്യത്തിൽ ഏതെങ്കിലും ഒരു ചോദ്യമായിട്ട് ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് കാണാം. നിങ്ങളൊരു സർക്കിൾ വരയ്ക്കണം. സർക്കം റേഡിയസ് വിത്ത് സർക്കം റേഡിയസ് 4 cm. അതിൻ്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ വേണം. ആ ട്രയാങ്കിളിന്റെ 2 ആംഗിളുകൾ 55ഉം 62.5 ആണ്. സോ ഈ ഒരു ചിത്രം വരയ്ക്കുന്ന വീഡിയോ നമ്മൾ ചാനലിൽ 3 ദിവസം മുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. വരയ്ക്കാനുള്ളതെല്ലാം എന്ന് പറഞ്ഞ് കണ്ടൊരു ചിത്രം വരച്ചിട്ടിട്ടുണ്ട്. സോ അത് കൃത്യമായിട്ട് കോമ്പസും പ്രൊട്രാക്ടറും ഒക്കെ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ ആ വീഡിയോ കാണുമെന്ന് പ്രതീക്ഷയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു വീഡിയോ. കുറച്ച് സ്പീഡിലാണ് പോയത്, കാരണം നാളെ എക്സാം ആണ്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പിറകോട്ട് എടുത്ത് നോക്കാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കോൺസെപ്റ്റിനെ നിങ്ങളെ പഠിപ്പിച്ച് തരുന്നുണ്ട്. അത് ഡീറ്റെയിൽസ് ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്, നിങ്ങൾക്ക് സെറ്റ് ആക്കിയിട്ട് പോകാവുന്നതാണ്. സോ മക്കളെ, അടിപൊളിയായിട്ട് നാളത്തെ എക്സാം എഴുതുക. ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഫ്രം ആർഗനെക്സ്. ബൈ, സീ യു ലേറ്റർ.